കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിനെ തുടർന്ന് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സ് 1.17% ഇടിഞ്ഞ് 24,717 ക്ലോസിംഗ് നൽകിയിരുന്നു. കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, ശ്രീരാം ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡി ലാബ്, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനറും ഏഷ്യർ മോട്ടോർ, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോർ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനറുമായിരുന്നു. കഴിഞ്ഞ ദിവസം മെറ്റൽ ആൻഡ് ഓട്ടോ സെക്ടറിൽ വലിയ പ്രോഫിറ്റ് ബുക്കിംഗും അതേസമയം ഫാർമ ആൻഡ് FMCG സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. വരും സമയങ്ങളിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,600, 24,580 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. അതേസമയം 24,820, 24,880 തുടങ്ങിയ ലെവലുകളായിരിക്കും ഇൻഡെക്സിൻ്റെ റെസിസ്റ്റൻസ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റി 280 പോയിന്റോളം ഇടിഞ്ഞ് 51,350 ക്ലോസിംഗ് നൽകിയത്. വരുന്ന ആഴ്ച ബാങ്ക് നിഫ്റ്റി 52,580 50,440 ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനാണ് സാധ്യത കൂടുതൽ. ഇനി ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് മൊമെൻറ്റം ആരംഭിച്ച രണ്ട് സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി വിൽമാർ. അദാനി വിൽമാർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 10% ഉയർന്ന് 383 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 50,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 94.95, 52 വീക്ക് ഹൈ 414, 52 വീക്കിലോ 285. അദാനി വിൽമാർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 383 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡിന് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ടായിരുന്ന ഫുഡ് ആൻഡ് FMCG ബിസിനസ് അദാനി എൻ്റർപ്രൈസസിൽ നിന്നും ഡീമർജ് ചെയ്യാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദാനി വിൽമാർ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഫുഡ് ആൻഡ് FMCG ബിസിനസ്സിൻ്റെ പെർഫോമൻസും ഫ്യൂച്ചർ ഗ്രോത്തും ഇനി അദാനി വിൽമാർ എന്ന കമ്പനിക്ക് കീഴിലായിരിക്കും. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ അദാനി വിൽമാർ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നു. പല പ്രശസ്ത ബ്രാൻഡുകളും അദാനി ഗ്രൂപ്പിൻ്റെ ഫുഡ് ആൻഡ് FMCG ബിസിനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫോർച്യൂൺ, കിങ്സ് റാഗ്, ബുള്ളറ്റ്, ഫ്രയോള, ജൂബിലി, ആധാർ, കോഹിനൂർ, ചാർമിനാർ, ട്രോഫി തുടങ്ങിയ പല ബ്രാൻഡുകളും അദാനി ഗ്രൂപ്പിൻ്റെ ഫുഡ് ആൻഡ് FMCG ബിസിനസ്സിലാണ് വരുന്നത്. ഫുഡ് ആൻഡ് FMCG ബിസിനസ് മികച്ച രീതിയിലുള്ള വളർച്ച കൈവരിക്കുകയും ചെയ്യുന്നു. അദാനി വിൽമാർ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 420 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്ക് ഇവിടെ നിന്നും 52 വീക്ക് ഹൈ ആയ 420 എന്ന ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 430 മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയ 500 വരെ സ്റ്റോക്ക് ഉയർന്നേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് KP ഗ്രീൻ എനർജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. പ്രമുഖ റിന്യൂവബിൾ എനർജി സെക്ടറിലെ കമ്പനിയായ KP ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ഉടമസ്ഥതയിൽപ്പെട്ട മറ്റൊരു കമ്പനിയാണ് KP ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 7% ഉയർന്ന് 542 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 716, 52 വീക്കിലോ 200. KP ഗ്രീൻ എനർജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് വിവിധ ഏജൻസികളിൽ നിന്നും KP ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് 53 കോടി രൂപയുടെ മൾട്ടിപ്പിൾ ക്ലയൻറ്റ് ഓർഡർ ലഭിച്ചു എന്നുള്ള അപ്ഡേറ്റാണ്. KP ഗ്രീൻ എനർജിക്ക് 66 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി GI ടവർ മെറ്റീരിയൽ, എർത്തിങ് സ്ട്രിപ്പ് 240 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള എർത്തിങ് സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ കാബില്യ പ്രോജക്റ്റ്, 220 kV EHV ലൈൻ പ്രോജക്റ്റ്, സോളാർ MMS സപ്ലൈ, ഗാൽവനൈസിംഗ് ജോബ് വർക്ക്, സോളാർ ബീം സപ്ലൈ തുടങ്ങിയ പല ഓർഡറുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പല കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു കളക്റ്റീവ് ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രം ലിസ്റ്റഡ് ആയതുമായ ഒരു സ്റ്റോക്കാണ് KP ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. KP ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ Q4 പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 104 കോടിയിൽ നിന്നും 245 കോടിയിലേക്ക് ഉയർന്നിരുന്നു. 135% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ 104 കോടിയിൽ നിന്നും 245 കോടിയിലേക്ക് ഉയർന്നിരുന്നു. റവന്യൂവിൽ 135% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. കൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11 കോടിയിൽ നിന്നും 24 കോടിയിലേക്ക് ഉയരുകയും 118% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡായ കമ്പനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകുകയും ചെയ്തിട്ടുണ്ട്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 180% റിട്ടേണും 180%-നടുത്ത് റിട്ടേണാണ് നൽകിയത്. കമ്പനിയുടെ ROE 37.68ഉം ROCE 50.47. KP ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി പ്രധാനമായും ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ പ്രൊഡക്റ്റ്, കൂടാതെ ടവറുകളുടെ ലാറ്റിസ് സ്ട്രക്ചർ, സബ്സ്റ്റേഷൻ സ്ട്രക്ചർ, സോളാർ മോഡ്യൂൾ മൗണ്ടിംഗ് സ്ട്രക്ചർ, കേബിൾ ട്രേസ്, എർത്തിങ് സ്ട്രിപ്പ്,
ബീം, ക്രാഷ് ബാരിയേഴ്സ് തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 700 രൂപയിൽ നിന്നും സ്റ്റോക്കിലൊരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ആ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിനെ 550 രൂപയ്ക്ക് അടുത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 500 രൂപയ്ക്കടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും റീസെൻ്റ്ലി സ്റ്റോക്ക് 544 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്